നമ്മൾ എത്ര വീഡിയോസ് കണ്ടാലും സ്ഥലം സന്ദർശിക്കുന്നത് അത് വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു പോലീസിനാണെങ്കിലും MVD ആണെങ്കിലും സ്പോട്ട് വിസിറ്റ് ഉണ്ടാവും. 2 മരണം കൂടുതലാണെങ്കിൽ നമുക്കൊരു SOP തന്നെ ഉണ്ട്. ജോയിന്റ് വിസിറ്റ്, ജോയിന്റ് ഇൻസ്പെക്ഷൻ, ഒരു റിപ്പോർട്ട് സിസ്റ്റം. MVD ആൻഡ് പോലീസ്, പിന്നെ ഇവിടുത്തെ ഇത് NH ആയതുകൊണ്ട് PWD NH ഓഫീസേഴ്സ് ഉൾപ്പെടെ ഇവിടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കിട്ടേണ്ട ഒരു സ്ഥലമാണ്. സ്ഥലം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നു അത്ര കുറച്ചൊക്കെ ഒരു ഇരുട്ട് ഉണ്ടാവുന്ന സാധ്യതയുള്ള ഏരിയ ആണ്. പക്ഷേ എൻവയൺമെന്റ് എങ്ങനെയാണെങ്കിലും ഓൺലി ഡിപ്പെൻഡന്റ് വേരിയബിൾ ഈസ് അവർ ഡ്രൈവിംഗ്. സോ അതൊരു ലെർണിംഗ് പോയിന്റ് ആണ്. സോ NHലെ എസ്പെഷ്യലി വിസിബിലിറ്റി കുറവാകുമ്പോഴും മഴ പെയ്യുമ്പോഴും ഡ്രൈവിംഗ് സ്ലോ ചെയ്യുക, പിന്നെ വെഹിക്കിൾ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ആക്സിഡന്റ് നടക്കാറില്ല. പക്ഷെ ഒന്നിനെ കൂടുതലുള്ള എറർസ് ഉണ്ടെങ്കിൽ മാത്രമേ ആക്സിഡന്റ് നടക്കാറില്ല. ഓൾറെഡി നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചു കഴിഞ്ഞു അതിൽ എന്തൊക്കെ എറർസ് ഉണ്ടായിരുന്നു. അത് പിക്കപ്പ് ജഡ്ജ്മെന്റ് എറർ, അതുപോലെ തന്നെ ഓവർലോഡിങ്, ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ ആ ഫാക്ടേഴ്സ് ഒന്നുകൂടെ നമുക്ക് സയന്റിഫിക് ആയിട്ട് നമ്മുടെ ഓഫീസേഴ്സ് നോക്കുന്നുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് നമ്മുടെ കൺസേൺ അതോറിറ്റി PWD ആണെങ്കിലും NH ആണെങ്കിലും അവർക്ക് നമ്മൾ എഴുതും. ഇൻവെസ്റ്റിഗേഷന്റെ ഇതൊക്കെ കാര്യം ഭാഗമാണ്. ഇന്ന് ഈ കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഇന്ന് ഒരു മീറ്റിംഗ് നടത്തി. ഇങ്ങനത്തെ ഇൻസിഡൻസ് ഇനി പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? പല സ്ഥലങ്ങളിലെ, കേരളത്തിലെ പല ജില്ലകളിലെ ഒരുപാട് ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഡ്രൈവേഴ്സ് വളരെ സൂക്ഷിച്ചിട്ട് വേണം ഡ്രൈവിംഗ് ചെയ്യേണ്ടത്. ഡ്രൈവിംഗ് സ്കിൽ ആൻഡ് എക്സ്പെർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്ദി. നമുക്ക് ഒരു സിസ്റ്റം മാറ്റേണ്ടി വരും. ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഒരു സിസ്റ്റം നമുക്ക് മാറ്റേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ആകെ 20 ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ പെർസെന്റേജ് നമുക്ക് 60%, 12 ആൻസേഴ്സ് കറക്റ്റ് ആയാൽ പാസ് ആവുന്നതാണ്. അതിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടണം, നെഗറ്റീവ് മാർക്കിംഗ് വേണം. തിയറിറ്റിക്കൽ നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാത്രമല്ല, ഈ ഡ്രൈവിംഗ് റോഡ് ടെസ്റ്റ് അതിന്റെ ട്രാക്ക് സിസ്റ്റം കൂടി ഇനി കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു H ഒരു 8 പോരാ. ഒരുപാട് സിഗ്സാഗ് ഡ്രൈവിംഗ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ റോഡ് വളരെ കർവിംഗ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം, അപ്സ് ആൻഡ് ഡൗൺസ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം, നമ്മൾ കേരളത്തിലെ റോഡ്സ് എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ടാക്കണം. അതിന്റെ തയ്യാറെടുപ്പിലാണ് നമ്മൾ. ഓൾറെഡി ഇനി അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സ്കൂൾസ് വരാൻ പോവുകയാണ്. അത് വരുമ്പോൾ ട്രാക്ക് ചെറിയ ഒരു 8H ആവില്ല, വളരെ ഒരു വിപുലമായിട്ടുള്ള ഒരു ട്രാക്ക് ആയിരിക്കും. ഡ്രൈവിംഗിന്റെ എല്ലാ സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ട്രാക്ക് ആയിരിക്കും. തിയറിറ്റിക്കൽ ടെസ്റ്റ് കൂടി വളരെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറിറ്റിക്കൽ ടെസ്റ്റ് ആയിരിക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആണ് എൻവയൺമെന്റ് നമ്മുടെ കയ്യിലില്ല. കാലം മാറും, സമയം മാറും, ഇരുട്ടാവും, വെളിച്ചമാവും. അപ്പോൾ ഒരേ ഒറ്റ കാര്യം നമ്മുടെ കയ്യിലുള്ളൂ. ഡ്രൈവിംഗ് എങ്ങനെ നമ്മൾ സ്പീഡ് കുറയ്ക്കണം, എങ്ങനെ കെയർഫുൾ ആയിട്ട് ഓടിക്കണമെന്ന്. അതാണ് സ്കില്ല്, എക്സ്പെർട്ടീസ്. എൻവയൺമെന്റ് റീഡിംഗ് അറിയണം, ഡിഫൻസ് ഇൻ ഡ്രൈവിംഗ് അറിയണം. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലെ ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. പ്രൊബേഷൻ പീരീഡ് വരെ അവർക്ക് ഫൈനൽ ആവില്ല. ഒരു 6 മാസം, 1 വർഷം വരെ ഡ്രൈവിംഗ് അവർ പ്രൊബേഷനിൽ തന്നെ ആയിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഒരു ഒഫൻസ് ഇല്ലെങ്കിലേ അവർക്ക് ലൈസൻസ് ഫൈനലായിട്ട് കിട്ടുള്ളൂ. ആ ഒരു സിസ്റ്റം കൂടി നമുക്ക് കൊണ്ടുവന്നാൽ നന്നായിരിക്കും. അതിന് നമ്മുടെ ഡിസ്കഷൻസിലാണ് എങ്ങനെ ലൈസൻസിങ് ടെസ്റ്റിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. താങ്ക് യു.